ഈ സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അതിൻ്റെ 25% വനാവൃതമാക്കുക അല്ലെങ്കിൽ വനം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു നിയമം സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ആ നിയമങ്ങളൊക്കെ അതിനു മുകളിലേക്ക് ഒരു 35% റിസർവ് ഫോറസ്റ്റ് തന്നെ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൂടാതെ ഒരു 55-60% വനാവൃതമായി നിൽക്കുന്ന സ്ഥലം കൂടിയാണ് കേരളം. ഇനി ചെടി നടാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടൽ നടുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. എവിടെ തീരദേശത്ത് ജനങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാകുന്ന ഏരിയകളിൽ, കാരണം ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിലായതുകൊണ്ട്. അല്ലെങ്കിൽ കണ്ടലിന് നമ്മൾ എതിരല്ല, പക്ഷേ തീരദേശം ഈ ജനങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടൽ കൊണ്ടുവന്ന് വെക്കുക, ഇന്നലെ ആരാ കൊണ്ടുവന്ന് വെച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് നമ്മളെതിരാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിന് തടസ്സം വരുന്ന കണ്ടലിന് നമ്മൾ മാറ്റേണ്ടി വരും. പുഴയിൽ കണ്ടലുണ്ടാവുന്നതിന് നമ്മൾ അനുകൂലിക്കും, കണ്ടലിന് നമ്മൾ അനുകൂലിക്കുകയും ചെയ്യും. ഇതിൽ നമ്മൾ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളോട് ഒത്തുകൂടിയിട്ടുള്ളത്. പുഴ പെരിങ്ങാട് പുഴയായി തന്നെ സംരക്ഷിക്കപ്പെടണം. അത് ഏത് സർക്കാർ വന്നാലും, ഇടത് വലത് NDA ഏത് സർക്കാരായാലും ഇവിടെ ഭൂമിയും കടലും കരയും കാടും പുഴയും അതിൽ വസിക്കുന്ന അനേകം ജീവജാലങ്ങളും മനുഷ്യരും ചേർന്നതാണ് പ്രകൃതി എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പ്രകൃതിയെ അതിന്റെ സ്വാഭാവിക അവസ്ഥയിൽ നിലനിർത്തേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ പ്രകൃതി സംരക്ഷകർ നടത്തുന്ന ചൂഷണങ്ങളും അവർക്ക് കീഴ്പ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ കാപട്യങ്ങളും തിരിച്ചറിയാനുള്ള വിവേകം എനിക്കുണ്ട്. എന്റെ വരും തലമുറകൾക്കും പ്രകൃതിയുടെ അവകാശികളായ മറ്റ് ജീവജാലങ്ങൾക്കും വേണ്ടി പുഴയും കടലും കാടും മലയും മനുഷ്യരും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു നല്ല നാളേക്കായി പൗരനായി ഞാൻ പ്രവർത്തിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു.